എത്തി നിൽക്കുന്നത് കണ്ണൂർ ജില്ലയിലെ ചെറുകുന്നം എന്ന് പറഞ്ഞ പ്ലേസിലാണ്. അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് ചെറുകുന്ന് ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൻ്റെ മുൻവശത്താണ്. ഇത് എൻ്റെ നാടും കൂടിയാണ്. അപ്പോൾ ഇന്ന് ഞാൻ കൂടുതൽ എക്സൈറ്റഡും കൂടിയാണ്, കാരണം എനിക്ക് എൻ്റെ നാട് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ പറ്റുന്നതുകൊണ്ട്. അപ്പം നമ്മളിന്നൊരു ഫുഡ് വ്ലോഗ് ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ എത്തി നിൽക്കുന്നത്. അപ്പം ചെറുകുന്ന് അമ്പലത്തിന് പോകുന്ന വശത്താണ് ഈ പൊറോട്ട സെൻറ്റർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് നമ്മൾ ഫുഡ് വ്ലോഗ് ചെയ്യുന്നത്. അതായത് ചെറുകുന്ന് തറ ഇന്ന് അമ്പലത്തിലേക്ക് പോകുന്ന റോഡിൽ റൈറ്റ് സൈഡിലായിട്ടാണ് ഈ ഷോപ്പുള്ളത്. വേക്കൻസി. അപ്പം നമ്മളിന്ന് പൊറോട്ടയുടെ കാഴ്ചകളാണ് കാണുന്നത്. അപ്പം നമുക്ക് ചേട്ടനോട് കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പോൾ ചേട്ടൻ്റെ പേരെന്താ? മുഹമ്മദ് അലി. അപ്പോൾ ചേട്ടനെ കൊൽക്കത്ത. അപ്പം നിങ്ങളിവിടെ കാണുന്നില്ല അല്ലേ നീറ്റായിട്ട്. ഈവൻ ചേട്ടൻ മാസ്ക് ഒക്കെ വേറെ ഇത് ചെന്നൈയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ഒരു ഫീൽഡിലേക്ക് വന്നിട്ട് കുറേ കൊല്ലമായോ? 5-6 കൊല്ലം. അപ്പം അവർ പറയുന്നത് വെച്ചാൽ അവർ 5-6 കൊല്ലമായി ഈ ഒരു ഫീൽഡിലേക്ക് വന്നിട്ട്. അപ്പം മെയിൻ ഷെഫ് ചേട്ടനാണ്. അപ്പം ചേട്ടനാണോ പോലും മെയിൻ ഷെഫ്. അപ്പം നമുക്ക് കൂടുതൽ കാഴ്ചയിലേക്ക് പോകാം. എന്തായാലും ഞാൻ ആദ്യമായിട്ടാണ് പൊറോട്ട അടിക്കുന്നത് നേരിട്ട് കാണുന്നത്. അപ്പൊ ചേട്ടന്റെ പേരെന്താ? അപ്പൊ ചേട്ടന്റെ പേര് സിദ്ദീഖ്. ഇവിടെ കുറയായോ വന്നിട്ട്? 5 മാസം. അപ്പൊ ചേട്ടനാണ് ഈ എണ്ണക്കടികളൊക്കെ ഉണ്ടാക്കുന്നത്. എന്തൊക്കെയാണ് എണ്ണക്കടിയിൽ ഉണ്ടാക്കുന്നത്? പല ഐറ്റംസ് പറയാമോ? നെയ്പത്തല്, ചിക്കൻ റോള്, ബീഫ് റോള്, പിന്നെ പുലിക്കൂട്. അപ്പൊ നമുക്ക് ചിക്കൻ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്, ചിക്കൻ ബിരിയാണിന് മസാലയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിക്കൻ ബിരിയാണി മസാല എങ്ങനെയാണ് നമുക്ക് ചേട്ടാ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് കൂടുതൽ ചോദിക്കാം. എന്താ ചേട്ടാ എങ്ങനെയാ? പിന്നെ ആദ്യം കുറച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ച് തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇട്ടിട്ട് എണ്ണയിൽ നല്ലോണം വറുക്കുക. ഇത് കുരുമുളകല്ല കേട്ടോ.
ഇത് കുരുമുളക് പൊടി ഇട്ടു, ഒരു 3 സ്പൂണ്. 3 സ്പൂൺ കുരുമുളക് പൊടി. എത്ര സ്പൂൺ? 3 സ്പൂൺ. 3 സ്പൂൺ തന്നെ മല്ലിപ്പൊടിയും, മഞ്ഞൾപ്പൊടി 3 സ്പൂൺ, ഒരു 3/4 സ്പൂൺ എന്നാ പറഞ്ഞു. തൈര് കുറച്ച്. അപ്പൊ തൈരാണ് വെക്കുന്നത്, നല്ല കട്ട തൈര്. ബിരിയാണിന്റെ ഉള്ളി ഇതിൽ കുക്കറിലിട്ട് അടിച്ച് കഴിഞ്ഞാൽ മധുരടിക്കില്ല. ഉള്ളി പിന്നെ മധുരക്കല്ല ജാസ്തി ഇട്ട് കഴിഞ്ഞാൽ. ഈ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഉള്ളിക്ക് തീരെ മധുരം ഉണ്ടാവില്ല. അതിനുവേണ്ടി ഇങ്ങനെ ആക്കുന്നത്. മാത്രമല്ല നല്ലോണം ബന്ധം അടയും ചെയ്യും. അതിനെങ്ങനെ ചെയ്യുന്നു, ഇത് നല്ലോണം ഇട്ടിട്ട് ലാസ്റ്റ് ഉള്ളി ബന്ധം ഉടഞ്ഞല്ല, അല്ല ഉള്ളി കംപ്ലീറ്റ് ഉടഞ്ഞ് മറ്റു വാട്ടാൻ നിൽക്കണ്ട. എണ്ണയിലിട്ട് പകരം ഇങ്ങനെ അതെല്ലാം കൂടെ നല്ലത്. കണ്ട ഉള്ളി കംപ്ലീറ്റ് ഉടഞ്ഞത്. ഉള്ളി ഓൾമോസ്റ്റ് കുക്കായിട്ടല്ല, ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ളി ഓൾമോസ്റ്റ് കുക്കായിട്ട്. നമ്മൾ പിന്നെ ഉള്ളി ഇങ്ങനെ വാട്ടിക്കൊണ്ടിരിക്കണ്ട. ഇതാകുമ്പോൾ എളുപ്പപ്പണിയാണ്. അപ്പൊ ചേട്ടൻ പറയുന്നത് ഏറ്റവും ഈസി വേയും കൂടിയാണ്. നമുക്ക് കമ്പാരിറ്റീവ്ലി ഉള്ളി വഴറ്റുന്നതിനേക്കാളും ഇതാണ് ഏറ്റവും കൂടുതൽ എളുപ്പപ്പണി. ചിക്കൻ മസാല കരക്കുവാണ്. മുളക് പൊടിയും ഉപ്പും ഇട്ടിട്ടുണ്ട്, കുറച്ച് ഇടുവാണ്. ഇത് മല്ലിപ്പൊടിയാണ്, കോൺഫ്ലവർ ആണ്. അതാകുമ്പോൾ കുറച്ചും കൂടി ക്രിസ്പി ആവും. അപ്പം ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. അപ്പം ഇതെല്ലാം കൂടി മസാല മൊത്തം ചിക്കനിലേക്ക് ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കാണ്. ഏകദേശം മസാലയൊക്കെ ചിക്കനിലേക്ക് പിടിച്ചിട്ടില്ല. ഇത് ചിക്കൻ ബിരിയാണിക്ക് വേണ്ടിയിട്ട് പൊരിച്ചുകൊണ്ടിരിക്കുവാണ്. എന്നാലും ടേസ്റ്റ് ഉണ്ടാവുമെന്നാണ് നമ്മുടെ ചേട്ടൻ പറയുന്നത്. അപ്പൊ ഏകദേശം ചോറ് വെന്ത് വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലല്ല, നല്ല ദമ്മ് വെക്കാൻ വേണ്ടിട്ടാണ് പോകുന്നത്. നമ്മ ബിരിയാണി ഓൾമോസ്റ്റ് എൻഡിങ്ങിൽ എത്താൻ പോവാണ്. അപ്പൊ ഗരം മസാലയാണ് ഇപ്പൊ ആഡ് ചെയ്യാൻ പോകുന്നത്. ചൂടാക്കിട്ട് പൊടിച്ചതാണ്. ഓക്കെ, വറുത്തിട്ട് പൊടിച്ചതാണ്. നല്ല സ്മെല്ല്. ചോറിന്റെ പൊടി ഇങ്ങനെ ഇട്ട് കൊടുക്കാം, ബിരിയാണി സ്മെല്ല് കിട്ടാൻ വേണ്ടിട്ട്. അതാ ഇത് മല്ലിച്ചപ്പ് പുതിന പിന്നെ മുറിച്ച് കഴുകിട്ട് വെച്ചതാണ്. ഇത് ഉള്ളി ഫ്രൈ ചെയ്ത് മഞ്ഞപ്പൊടി പാലിലിട്ടിട്ടാക്കുന്ന. കളർ ആഡ് ചെയ്യുന്നില്ല, ഫുഡ് കളർ ഒന്നും ഇവർ ആഡ് ചെയ്യുന്നില്ല. ഇപ്പൊ തനി നാട്ടിൽ വേവ് തന്നെ ആഡ് ചെയ്യണം. മഞ്ഞപ്പൊടിയിൽ പാൽ വെച്ചിട്ടാണ് ഇവർ കളർ തന്നെ ആയിട്ട് ആഡ് ചെയ്യുന്നത്. വേറെ പുറത്തില്ല കളർ. ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇടക്കിടക്ക് ലൈറ്റ് കളർ, കുറച്ച് നെയ്യ് അതിന് മുകളിൽ. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ഇത് ഒരു പുതിയൊരു ഐറ്റം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, ചിക്കൻ കൊണ്ടാട്ടം. അപ്പോൾ അതിൻ്റെ റെസിപ്പി നമുക്ക് കാണാം. ഉണക്ക മുളക് വറുത്തിട്ട് പൊടിച്ചതാണ്. അതേപോലെ തന്നെ ഇഞ്ചിയുണ്ട്, മുളക് പൊടിയുണ്ട്, മല്ലിപ്പൊടിയുണ്ട്.
അപ്പം ഇത് ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ, അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ആഡ് ചെയ്ത് നമുക്ക് ചോദിക്കാം. മൈദയുണ്ട്, കോൺഫ്ലവർ, ഉപ്പിട്ടിട്ട്, ഓക്കെ, വിനീഗർ, വൈറ്റ് പെപ്പർ, ബ്ലാക്ക് പെപ്പർ, മുളക് പൊടി ഒക്കെ കൂടി ഇട്ടിട്ട് ഇങ്ങനെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടല്ലേ കസ്തൂരി മേത്തി. അതായത് നോർത്ത് ഇന്ത്യൻ ഡിഷസ് ആകുമ്പോൾ കസ്തൂരി മീറ്റ് കുറച്ചും കൂടി ഒരു ടേസ്റ്റ് കിട്ടുന്നില്ല. അപ്പോൾ കസ്തൂരി മീറ്റും കൂടിയിട്ട് മുട്ടയും ഉണ്ട്. നമ്മൾ ഫുഡൊക്കെ ഏകദേശം റെഡി ആയിട്ട് വരുവാണ്. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഇരിക്കുകയാണ്. ഓരോരോ സാധനങ്ങൾ ഇങ്ങോട്ടേക്ക് വരും. നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് ബാക്കി അപ്പം പറയാം. ഓക്കെ, അപ്പം നമ്മളെ ടേബിളിൽ ഫുഡ് ഐറ്റംസ് ഒക്കെ എത്തി. ഇതൊക്കെ എല്ലാം കാണുന്നില്ലേ. അപ്പം ഇതാണ് പത്തിരി, നമ്മുടെ നെയ് പത്തിരി. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് സാധനങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. എല്ലാം ടേസ്റ്റ് ചെയ്യാനുണ്ട്, കുറച്ച് സാധനങ്ങൾ മാത്രമേ എടുത്തുള്ളൂ. അത് നമ്മുടെ പൊറോട്ട. ഇവിടുത്തെ പൈസ എന്ന് വെച്ചാൽ 7 രൂപയാണ്. അപ്പം നമുക്ക് പൊറോട്ട കഴിച്ച് നോക്കാം. പൊറോട്ടേൻ്റെ ഫുള്ള കോമ്പിനേഷനാണ് ചിക്കൻ കൊണ്ടാട്ടം. ഫസ്റ്റ് പൊറോട്ട ടേസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മളായിട്ട് നമുക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയ ഐറ്റം ചിക്കൻ കൊണ്ടാട്ടം. അപ്പോൾ അത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം. നല്ല ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. ചിക്കൻ കൊണ്ടാട്ടത്തിന് 450 ഇവിടുത്തെ വില. അപ്പം ചിക്കൻ കൊണ്ടാട്ടം എടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ല സ്മെല്ല്. അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്യട്ടെ. സൂപ്പർ അമേസിങ്, നല്ല ടേസ്റ്റ്, നല്ല ചൂടാണ്. ഞാൻ കുറച്ച് സോസും കൂടി നോക്കി കഴിക്കട്ടെ. സൂപ്പർ സ്മെല്ല്. നമുക്ക് ബിരിയാണി ടേസ്റ്റ് ചെയ്യാം. ലെഗ് പീസ് എല്ലാ ബിരിയാണി ലവേഴ്സിന് വേണ്ടി ഞാൻ കഴിക്കട്ടെ. ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് ആദ്യം. ഓൾറെഡി വീഡിയോസൊക്കെ കണ്ടതാണല്ലോ. പിന്നെ റൈസ് നോക്കട്ടെ. ടേസ്റ്റ് ഉണ്ടാകുമ്പോൾ എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. സൂപ്പർ റൈസിനും റൈസൊക്കെ നല്ല മസാലയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. മസാലയൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ട്. ചിക്കനിലും എല്ലാം സാലഡാണിത്. സാലഡും ഇത്തിരി ചിക്കൻ പീസും എടുത്ത് കുറച്ച് അച്ചാറും എടുത്ത് ഇങ്ങനെ കുഴച്ച് ശരിക്കും പറഞ്ഞു കഴിക്കാൻ പറ്റില്ല. നല്ല ടേസ്റ്റ്, നല്ല സ്മെല്ല്, ചൂട് ബിരിയാണി കഴിക്കട്ടെ. അപ്പം ഞാൻ ബിരിയാണി മൊത്തം കംപ്ലീറ്റ് കഴിച്ചിട്ട് അപ്പം ചിക്കൻ കൊണ്ടാട്ടം ലാസ്റ്റാണ്. പൊറോട്ട ഏകദേശം ലാസ്റ്റ്. അപ്പം നല്ല 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 ഫുഡ്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ കുക്ക്. അപ്പോൾ നമുക്ക് ഓരോരോ ആൾക്കാരായിട്ട് പരിചയപ്പെടാം.
അപ്പൊ ബിരിയാണി ഉണ്ടാക്കിയത് ഈ ഒക്കെയാണ്. പിന്നെ പേര് അപ്പം ശരിക്കും പറഞ്ഞാൽ ബിരിയാണി സൂപ്പർ ടേസ്റ്റ് ആണ് വെച്ചാൽ. സോ മച്ച് നല്ല അടിപൊളിയായിരുന്നു. പിന്നെ അടുത്ത ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കിയത് ഇവരാണ്, പൊറോട്ടി വരെ. അപ്പം ശരിക്കും പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റ് നല്ല പറയും. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ചിക്കൻ കൊണ്ടാട്ടാണ്. അപ്പം നിങ്ങൾ എന്തായാലും ഇവിടെ വന്നിട്ട് ട്രൈ ചെയ്യണം ചെയ്ത്. പിന്നെ ഇത് നമ്മളെ ഡെലിവറി ബോയ് ആണ്. ഇപ്പൊ എനിക്ക് ഞാനിവിടുത്തെ ഒരു സ്ഥിരം കസ്റ്റമറും കൂടിയാണ്. അപ്പൊ എനിക്ക് ഫുഡ് വേണം എന്ന് പറഞ്ഞാൽ എന്റെ വീട്ടിൽ എത്തിക്കുന്ന ആളാണ് സൗഗന്ദ്. ഇത് നമ്മുടെ ഓണർ. അപ്പം എല്ലാവരോടും താങ്ക് യു ഇങ്ങനെ ഒരു പ്ലേസ് നമുക്ക് തന്നേന്. കാരണം ഇത്രയും നിങ്ങളെല്ലാവരും ഇതിന് മൊത്തം നമ്മൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. കൂടുതൽ ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസും ഒന്ന് നമ്മൾ കഴിച്ച ചിക്കൻ കൊണ്ടാട്ടം, പിന്നെ എന്തൊക്കെയാണ് കടായി ചിക്കൻ, ബട്ടർ ചിക്കൻ, കൊത്തു പൊറോട്ട, ബീഫ്, ചിക്കൻ, എഗ്, കൊത്തു പൊറോട്ടകളാണ് പോകുന്നത്. കൊത്തു പൊറോട്ട. എന്നാലും അടുത്തൊരു വ്യക്തി നമ്മൾ എന്തായാലും അത് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നതാണ്. അപ്പം തീർച്ചയായും നിങ്ങൾ എല്ലാവരും വരണം. ചെറുകുന്ന് അമ്പലത്തേക്ക് പോകുന്ന വഴിയിലാണ്. അപ്പം നമ്മുടെ ഫുഡ് ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നത്. ഇവിടെ നിന്ന് വെച്ചാൽ എല്ലാവരും നമ്മൾ നല്ല സപ്പോർട്ട്, നമ്മുടെ സ്വന്തം ഷോപ്പ് എന്ന രീതിയിലാണ് ഇവിടെ നമുക്ക് ഫുൾ ഫ്രീഡം നമുക്ക് എല്ലാവരും തന്നിട്ടുണ്ട്. ഇവിടുത്തെ കുക്കായാലും ഇവിടുത്തെ ഓണറായാലും നമുക്ക് എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ് നമുക്ക് തന്നിട്ട്. നമുക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി അവർ തന്നതുകൊണ്ട്. കാരണം ഇത്രയും എല്ലാ കാര്യങ്ങളും വീഡിയോ മാക്സിമം കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ചെറുകുന്ന് അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ ആയിട്ടാണ് അമ്പലച്ചിറ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, കാരണം നല്ല അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. വൈകുന്നേരമൊക്കെ വന്നിട്ട് എല്ലാ കുട്ടികളൊക്കെ ആയിട്ട് ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ട് എല്ലാവരും ഇരിക്കും. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. അപ്പോൾ എല്ലാവരും കുളിയൊക്കെ അവിടെ അങ്ങേ സൈഡിൽ കുറേ ആൾക്കാരൊക്കെ കുളിക്കുന്നൊക്കെയുണ്ട്. അപ്പം ഇതാണ് ചെറുകുന്ന് സ്ഥലത്തിൻ്റെ ഭംഗി എന്ന് പറയുന്നത് നമ്മൾ ഈ അമ്പലച്ചിറ തന്നെയാണ്. അപ്പം ഫ്രണ്ട്സ്, നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണുവാണെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്യാൻ മറക്കല്ല. അതാകുമ്പോൾ നമ്മൾ കൂടുതൽ വീഡിയോസായി നിങ്ങളുടെ മുമ്പിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരേണ്ടതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യണം.